എല്ലാവർക്കും ബിഗ് ബോസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെയുടെ ആവേശം വാനോളം ഉയരുമ്പോൾ ഓരോ നിമിഷവും നിർണായകമാണ്. പ്രേക്ഷകരുടെ വോട്ടിംഗ് അവസാനിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളുടെ വിധി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഞെട്ടിക്കുന്ന മിഡ് വീക്ക് എവിക്ഷൻ പ്രഖ്യാപനത്തിലൂടെ ആദില ഷോയിൽ നിന്ന് പുറത്തായതോടെ ശേഷിക്കുന്ന 6 മത്സരാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ 9 മണിവരെയുള്ള ഏറ്റവും പുതിയ വോട്ടിംഗ് കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. രാത്രിയിലെ നാടകീയമായ മാറ്റങ്ങൾക്ക് ശേഷം പുലർച്ചെ വോട്ടിംഗ് നിലയിൽ വീണ്ടും ശ്രദ്ധേയമായ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോപ്പ് 3 സ്ഥാനങ്ങൾ കൂടുതൽ ഭദ്രമാവുകയും താഴെ ഭീഷണിയിൽ നിൽക്കുന്നവരുടെ പോരാട്ടം കൂടുതൽ കടുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ കണക്കുകൾ. നമുക്ക് ഓരോ മത്സരാർത്ഥിയുടെയും ഇപ്പോഴത്തെ നില എന്താണെന്ന് വിശദമായി പരിശോധിക്കാം. ബിഗ് ബോസ് കിരീടത്തിലേക്ക് അനീഷ് അതിശക്തമായ മുന്നേറ്റമാണ് നടത്തുന്നത്. പ്രേക്ഷക പിന്തുണയിൽ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ 1ാം സ്ഥാനം കൂടുതൽ ബലപ്പെടുത്തിയിരിക്കുന്നു. രാത്രി വരെയുള്ള കണക്കുകളിൽ നിന്ന് ഏകദേശം 35,000-ത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ച് അനീഷ് 2.4 ലക്ഷം എന്ന വലിയ കടമ്പയും കടന്ന് 2,48,912 വോട്ടുകളാണ് നേടിയിട്ടുള്ളത്. മറ്റു മത്സരാർത്ഥികളുമായി വലിയൊരു വോട്ട് വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ടൈറ്റിൽ ഫേവററ്റ് എന്ന തന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. ഈ വോട്ട് ലീഡ് മറ്റു ഫൈനലിസ്റ്റുകൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ടോപ്പ് 3-ലുണ്ടായ ചെറിയ മാറ്റങ്ങൾ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. 2ാം സ്ഥാനത്തിനായുള്ള വാശിയേറിയ മത്സരം ഇപ്പോഴും തുടരുകയാണ്. 2 ലക്ഷം വോട്ടുകളെന്ന മാന്ത്രിക സംഖ്യയിലേക്ക് കുതിച്ചെത്തിയ അനുമോൾ തന്റെ 2ാം സ്ഥാനം ഭദ്രമാക്കിയിരിക്കുന്നു. ശക്തമായ തിരിച്ചുവരവാണ് അവർ നടത്തിയിരിക്കുന്നത്. 2,10,045 വോട്ടുകളാണ് അനുമോൾ നേടിയത്. അതേസമയം നേരിയ വ്യത്യാസത്തിൽ ഷാനവാസ് 3ാം സ്ഥാനത്ത് തുടരുന്നു. 1,99,869 വോട്ടുകളായാണ് ഷാനവാസ് മുന്നേറുന്നത്. അനുമോളും ഷാനവാസും തമ്മിൽ നിലവിൽ ഏകദേശം 10,176 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ നേരിയ മാർജിൻ സൂചിപ്പിക്കുന്നത് ടോപ്പ് 3-യിൽ ഏത് നിമിഷവും മാറ്റങ്ങൾ സംഭവിക്കാമെന്നും ഫൈനൽ വിധിയെഴുതാൻ ഈ പോരാട്ടം അതീവ നിർണായകമാണ് എന്നുമാണ്. ഷാനവാസിന് 2ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. 4ാം 5ാം സ്ഥാനങ്ങൾക്കായുള്ള പോരാട്ടം രാത്രിക്ക് ശേഷം വീണ്ടും വഴിതിരിവിലായിരിക്കുകയാണ്. രാത്രി വൈകിയുള്ള കണക്കുകളിൽ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട അക്ബർ പുലർച്ചെ ശക്തമായ മുന്നേറ്റം നടത്തി ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. 1,68,458 വോട്ടുകളാണ് അക്ബറിന് ലഭിച്ചത്. വോട്ടിംഗ് നിലയിൽ കണ്ട ഏറ്റവും വലിയ വഴിതിരിവുകളിൽ ഒന്നാണിത്. അതേസമയം ഈ മുന്നേറ്റത്തിൽ 100 സ്ഥാനം താഴേക്ക് പോയി 5ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 1,52,331 വോട്ടുകളാണ് 100 നേടിയത്. ഇരുവരും തമ്മിൽ ഏകദേശം 16,127 വോട്ടുകളുടെ വ്യക്തമായ വ്യത്യാസം നിലവിലുണ്ട്. എങ്കിലും മിഡ് വീക്ക് എവിക്ഷൻ കഴിഞ്ഞ 6 പേർ മാത്രമുള്ള സാഹചര്യത്തിൽ ഇവർക്കും എവിക്ഷൻ ഭീഷണി പൂർണ്ണമായി മാറിയിട്ടില്ല. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ആദില പുറത്തായെങ്കിലും വോട്ടിംഗ് ലിസ്റ്റിന്റെ ഏറ്റവും താഴെ നിൽക്കുന്ന നെവിന്റെ നില ഇപ്പോഴും ആശങ്കാജനകമാണ്. 1 ലക്ഷം വോട്ടുകളാണ് നെവിന് ഇതുവരെ നേടാൻ സാധിച്ചത്. 1 ലക്ഷം വോട്ടുകൾ എന്ന കടമ്പ കടന്നുവെങ്കിലും മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നെവിൻ ഇപ്പോഴും വലിയൊരു പിന്നോട്ടുപോക്കിലാണ്. നെവിൻ മാത്രമാണ് നിലവിൽ വോട്ട് നിലയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നത്. ഏറ്റവും താഴെ ഒറ്റപ്പെട്ടു നിൽക്കുന്നതിനാൽ ശേഷിക്കുന്ന സമയത്തെ വോട്ടിംഗ് ഈ മത്സരാർത്ഥിയുടെ ഫൈനൽ സാധ്യതകളിൽ നിർണായകമായേക്കും. ഗ്രാൻഡ് ഫിനാലെയിലേക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വോട്ടിംഗ് അവസാനിക്കാൻ നിമിഷങ്ങൾ അടുക്കുമ്പോൾ ഈ കണക്കുകളെല്ലാം വെറും സൂചനകൾ മാത്രമാണ്. ഓരോ മണിക്കൂറിലും വോട്ടിംഗ് നില മാറിമറിയാൻ സാധ്യതയുണ്ട്. കിരീടം ആർക്കെന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ ഒരു വോട്ട് മതിയാകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി അവരുടെ വിജയസ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ അവസാന മണിക്കൂറുകൾ ഉപയോഗിക്കുക. ഫൈനൽ വിധിക്കായി കാത്തിരിക്കാം. ഇപ്പോഴത്തെ ഈ വോട്ടിംഗ് നിലയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഈ വോട്ടിംഗ് നിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇത്തവണ 6 കപ്പ് നേടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ഹൗസിലെ പുതിയതും ഞെട്ടിക്കുന്നതുമായ എല്ലാ അപ്ഡേറ്റുകളും അറിയാനായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.